ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നതെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു ടെമ്പിൾ വ്ളോഗാണ്. നമ്മളിന്ന് വിസിറ്റ് ചെയ്യുന്നത് വൈദീശ്വരൻ ടെമ്പിളാണ്. ഓക്കെ, തമിഴ്നാട്ടിലുള്ള സീർഗാഴി മയിലാടുതുറ ആ ഒരു സൈഡിലുള്ള വൈദീശ്വരൻ പറഞ്ഞിട്ടുള്ള ഒരു ശിവൻ്റെ അമ്പലമാണ് നമ്മളിന്ന് പോകാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിന്ന് വിസിറ്റ് ചെയ്യുന്നത് തമിഴ്നാട്ടിലുള്ള വൈദീശ്വരൻ ടെമ്പിളാണ്. ഈ ടെമ്പിളിന് ഇതെന്ന് പറയുമ്പോൾ ശിവഭഗവാന്റെ ടെമ്പിളാണ്. ആക്ച്വലി തമിഴ്നാട്ടിലുള്ള സീർഗാഴി മയിലാടുതുറൈ ഏരിയയിലാണ് ആക്ച്വലി ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. വൈദീശ്വരൻ ടെമ്പിൾ എന്നാണ് പേര്. അതായത് ശിവഭഗവാൻ വൈദ്യ രൂപത്തിലുള്ള ഡോക്ടറുടെ രൂപത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അതായത് സാധാരണയായിട്ട് ഇവിടെ അധികം ഭക്തജനങ്ങളും പോകുന്നത് നമ്മളുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതിനൊരു ശമനത്തിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിലോട്ട് നമ്മൾ കിടക്കുമ്പോൾ തന്നെ ഫ്രണ്ടിലൊരു വലിയ ഗോപുരമാണുള്ളത്. അത്രയും ഉയരത്തിലുള്ള വലിയ ഗോപുരം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ട് ഒരു കൽച്ചുവരകൾ കൊടുത്തിട്ടുള്ള ഒരു എൻട്രൻസാണ്, ഒരു കവാടാണുള്ളത്. അത്രയും ഉയരത്തിലുള്ള ഒരു ഗോപുരമുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. ഈ ഒരു ശിവക്ഷേത്രത്തിൻ്റെ ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഏകദേശം തമിഴ്നാട്ടിലുള്ള സീർഗാഴിയിൽ നിന്നും 7 കിലോമീറ്റർ ദൂരത്തിലും ചെന്നൈയിൽ നിന്നും 235 കിലോമീറ്ററും അതേപോലെ തന്നെ നമ്മളുടെ ചിദംബരത്തു നിന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ, അപ്പം ആ ചിദംബരത്തു നിന്നും 27 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഒരു ക്ഷേത്രം വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലുള്ള ഒരു നവഗ്രഹ ക്ഷേത്രത്തിൽ ഒന്നുകൂടിയാണ് വന്നിട്ട് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. അതുമാത്രമല്ല പ്രസിദ്ധമായ തമിഴ്നാട്ടിലുള്ള നാട്യജ്യോത്സ്യം വന്നിട്ട് അതിന് വന്നിട്ട് പേര് കേട്ട ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിന് ചുറ്റി നാട്യജ്യോത്സ്യം അഗസ്ത്യ മഹർഷിയുടെ നാട്യജ്യോത്സ്യം നോക്കുന്നവരൊക്കെ ധാരാളമായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കഴിഞ്ഞ ജന്മത്തിനെ പറ്റിയും അടുത്ത ജന്മത്തിനെ പറ്റിയൊക്കെ ആർക്കെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ക്ഷേത്രത്തിലോട്ട് വരിക. അപ്പോൾ ഇവിടെ അതിനുള്ള ഒരു സൗകര്യം കൂടി ലഭ്യമാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രാമായണ കാലത്ത് രാമൻ അതേപോലെ ലക്ഷ്മണൻ സപ്ത ഋഷികളോട് കൂടിയിട്ട് ഈ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ട് വർഷിപ്പ് ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർ റെഗുലറായിട്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. ക്ഷേത്രത്തിൻ്റെ ഒരു ആർക്കിടെക്ചർ, അതായത് ഒരു നിർമ്മിതിയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു വലിയൊരു ക്ഷേത്ര ഗോപുരവും ക്ഷേത്രത്തിനകത്തോട്ട് കിടക്കുമ്പോൾ വേറെ 2 ഗോപുരങ്ങളും പിന്നെ ഒരു വിശാലമായിട്ടുള്ള പരിസരമാണ് ക്ഷേത്രത്തിനുള്ളത്. ക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ പ്രഹാരത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയുണ്ട്. സുബ്രഹ്മണ്യ ശനിയുടെ മുത്തുകുമാര സ്വാമി എന്ന് പറഞ്ഞിട്ടാണ് ആരാധിക്കുന്നത്. ഉള്ളിലോട്ട് വരുമ്പോൾ നമ്മളുടെ നടരാജൻ അതേപോലെയുള്ള ഗ്രഹങ്ങൾ, സൂര്യ ചന്ദ്രഗ്രഹങ്ങൾ, ജഡായു, സോമസ്കന്ദ, അങ്ങനെ എല്ലാ ദൈവങ്ങളും ഉണ്ട്. അതിനുശേഷം ഒരു തായൽ നായകിയുടെ ഒരു വിഗ്രഹ പ്രതിഷ്ഠ കൂടി ഈ ഒരു ക്ഷേത്രത്തിലുണ്ട്. അപ്പം ക്ഷേത്രത്തിന് ഉള്ളിലോട്ട്, അതായത് ശ്രീകോവിലിൻ്റെ സൈഡിലോട്ട് പോകുമ്പോൾ നമ്മൾ വന്നിട്ട് നമ്മളുടെ ഹാൻഡും ഇതൊക്കെ വാഷ് ചെയ്യാനായിട്ട് പറയും. നമ്മൾ എത്രയൊക്കെ ക്ലീനായിട്ട് വെളിയിൽ നിന്ന് വന്നാലും ഉള്ളിൽ വന്നിട്ട് നമ്മുടെ കൈയും കാലൊക്കെ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ ഹാൻഡ് വാഷും കാലൊക്കെ കഴുകിയിട്ട് ശ്രീകോവിലോട്ട് പോകാനുള്ള ഏർപ്പാടിലാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് അതൊക്കെ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിലുള്ള പ്രകാരത്തിൽ ശ്രീകോവിലിനകത്ത് വൈദീശ്വരനെ ശിവഭഗവാനെ ലിംഗരൂപത്തിൽ തന്നെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഉള്ളിലുള്ള തൂണുകളും കാര്യങ്ങളൊക്കെ പ്യുവറായിട്ട് നമ്മൾ കരിങ്കല്ലിൽ തന്നെ ചെയ്തെടുത്താണ്. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് നമ്മളുടെ ശർക്കര ഉരുക്കി വന്നിട്ട് ഭഗവാന് എന്നിട്ട് സമർപ്പിക്കുന്നതാണ്. പിന്നെ ഈ വെണ്ണീർ കൊണ്ട് ഉരുട്ടിയിട്ട് വെക്കുന്ന ഇനിയൊരു വഴിപാട് കൂടെ ഉണ്ട്. പിന്നെ ഉപ്പും കുരുമുളകും വന്നിട്ട് സമർപ്പിക്കുന്ന ഇനിയൊരു വഴിപാടും ഉണ്ട്. ഇവിടെ നടക്കുന്ന ഫെസ്റ്റിവൽ ജനുവരി ഫെബ്രുവരിയിൽ നടക്കുന്ന ബ്രഹ്മോത്സവവും
അതേപോലെ അതായത് കാർത്തികയുമാണ് ഈ ഒരു ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും നടക്കുന്നത്. ഈ പ്രശസ്ത ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നാട്യജ്യോത്സ്യമാണ്. നമ്മൾ അഗസ്ത്യ മഹർഷിയുടെ ഗ്രന്ഥങ്ങൾ ബേസ് ചെയ്തിട്ട് ഇവിടെ വരുന്ന ഓരോ മനുഷ്യർക്കും ഇവിടെ ഗ്രന്ഥയോല ഉണ്ടെന്നും ആ ഓലയിൽ എന്തൊക്കെയാണുള്ളതെന്നും വിശദീകരിക്കുന്ന ഒരു ജ്യോത്സ്യമാണിത്. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു, ഈ ജന്മത്തിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എന്തുകൊണ്ടാണെന്നും അടുത്ത ജന്മത്തിൽ നമ്മൾ ആരായിരിക്കും എന്നും പറയുന്ന ഒരു ജ്യോത്സ്യമാണ്. അത് കേൾക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. നമ്മൾ വിജയ മാഷിൻ്റെ ഗ്രന്ഥയോല കേട്ടൊക്കെ എടുത്തായിരുന്നു. അപ്പം ക്വൈറ്റ് ഇൻട്രസ്റ്റിങ്. അപ്പം വെളിയിൽ വരുന്ന സമയത്ത് ഇങ്ങനെ ഡിസ്പ്ലേയിൽ പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും വള മല ആദ്യ സാധനങ്ങളൊക്കെ തീ പിടിച്ച വിലയായിരുന്നു, അത് വേറെ കാര്യം. അപ്പം ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്, അമ്പലത്തിലെ ഭഗവാന്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്ഷേത്രത്തിലെ എക്സ്പീരിയൻസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം എല്ലാവരും നേരിട്ട് അതറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.